ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈ ശിശു ആരായി തീരും, ഇതായിരുന്നു അവൻ്റെ ജനനത്തോടനുബന്ധിച്ച് നാട്ടുകാർ മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. കാരണം എന്താ? അത്രത്തോളം ദൈവത്തിൻ്റെ കൃപയുള്ള ഒരു മനുഷ്യൻ. അവൻ്റെ ജനനം തന്നെ ആ പ്രദേശവാസികൾക്ക് മുഴുവനും അത്ഭുതകരമായ ഒന്നായിരുന്നു. കാരണം ഇനിയൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുവാൻ പോലും പറ്റാത്തത്രയേറെ പ്രായം ചെന്നവരായിരുന്നു സക്കറിയ എലിസബത്ത് ദമ്പതികൾ. എന്നിട്ടും അവരുടെ പ്രാർത്ഥനയ്ക്ക് അവർ മുടക്കം വരുത്തിയില്ല. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയ്ക്ക് ഒരു മാറ്റവും വരുത്തിയില്ല. ദൈവം അവരെ പ്രസാദിച്ചു. അവർക്ക് ലഭിച്ച ദൈവവരപ്രസാദമായിരുന്നു ദൈവത്തിൻ്റെ കാരുണ്യം എന്നർത്ഥമുള്ള യോഹന്നാൻ. അപ്പം അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. കാരണം ഇന്നൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കാൻ പറ്റാത്തിടത്ത് ഒരു കുഞ്ഞിനെ കിട്ടി എന്നുള്ളത് അത് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച അന്ന് മുതൽ വായ് മൂടിക്കെട്ടിയതുപോലെ ഒരക്ഷരം പോലും പറയാൻ പറ്റാതെ പോയ സക്കറിയായിക്ക് ഈ കുഞ്ഞിൻ്റെ ജനനത്തോടുകൂടെ അത്ഭുതകരമായി വായുടെ കെട്ടഴിയപ്പെട്ടു. അവൻ സ്ഫുടമായി സംസാരിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒക്കെ പിന്നിലെ കാരണം എന്താ? അടിസ്ഥാനപരമായിട്ടുള്ള കാരണം പരിശുദ്ധ മറിയം തൻ്റെ ഉദരത്തിൽ ഉണ്ണി യേശുവുമായിട്ട് എലിസബത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതം അത്ഭുതകരമായ ദൈവവരപ്രസാദം കൊണ്ട് നിറയണമെങ്കിൽ ഈ രണ്ടു പേരും നമുക്ക് വേണം. പരിശുദ്ധ മറിയവും ഉണ്ണി യേശുവും. ഇവർ രണ്ടുപേരും ഉള്ളിടങ്ങളിലൊക്കെ വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ നാം കാണുന്നില്ലേ? കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ സമൃദ്ധി നൽകാൻ അമ്മയും മകനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാളായി നാം ആഘോഷിക്കുമ്പോഴും ഈ തിരുനാൾ നമ്മോട് പങ്കുവയ്ക്കുന്ന കാര്യം എന്താണ്? മറിയത്തെയും അവിടുത്തെ മകനെയും നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ആ കരുത്ത് കിട്ടി അവൻ വളർന്നപ്പോൾ അവനെക്കുറിച്ച് വചനം പറയുന്നത് എന്താ? കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉദരത്തിലെ ആ ശിശു കുതിച്ച് ചാടി എന്നൊക്കെ വചനം പറയുമ്പോൾ കർത്താവ് കൂടെയുള്ള അനുഭവമാണ്. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടത് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. നമ്മുടെ ജീവിതം ഇപ്രകാരം ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുമ്പോൾ പിന്നീടുള്ള ജീവിതം മുഴുവനും കർത്താവ് തന്നെ നമുക്ക് വേണ്ടി ഒരുക്കും, ക്രമീകരിക്കും എന്നുള്ളത്. പിന്നീടുള്ള അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. കർത്താവിന് വേണ്ടി വഴിയൊരുക്കി ആ വഴിയിലൂടെ കടന്നു വന്ന കർത്താവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞെന്താ? ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് വഴിയൊരുക്കി വഴിമാറി നിൽക്കാൻ കഴിഞ്ഞവന്. എപ്പോഴും പറ്റുന്നൊരു കാര്യമല്ല. പണി മുഴുവനും ഞാൻ എടുത്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് വേറൊരുത്തും കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ കരുതാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് പറ്റില്ല. പക്ഷേ യോഹന്നാൻ നമ്മുടെ മുന്നിലെ ഉദാത്തമായ മാതൃകയായിട്ട് മാറുക. കർത്താവിന് വേണ്ടി വഴിയൊരുക്കി എന്നിട്ട് മാറി നിന്നിട്ട് പറയുന്നത് എന്താ? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഞാൻ ആർക്ക് വേണ്ടിയാണ് വന്നതെന്നുള്ളത് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി വഴി ഒരുക്കിയിട്ട് അവൻ പറഞ്ഞെന്താ? നീയാണോ മിശിഹ, വരുവാനിരിക്കുന്ന രക്ഷകൻ? ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണ്ടല്ലോ, നീ തന്നെയല്ലേ ആള് എന്ന് ചോദിക്കുമ്പോൾ എന്താ മറുപടി? എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ മുന്നിൽ മുട്ടുമേൽ നിൽക്കാനോ
അവൻ്റെ പാദങ്ങളിലുള്ള ആ ചെരുപ്പൊന്ന് അഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് പറഞ്ഞ് എത്രത്തോളം ചെറുതാകാൻ പറ്റുമോ അത്രത്തോളം കർത്താവിന് വേണ്ടി ദൈവസന്നിധിയിൽ അവൻ ചെറുതാകാൻ തയ്യാറായപ്പോൾ കർത്താവ് അവന് കൊടുത്ത ടൈറ്റിൽ എന്താ? സ്ത്രീകളിൽ ജനിച്ചവനിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. നീ നിൻ്റെ ജീവിതം കൊണ്ട് എളിമപ്പെടാനും ചെറുതാകാനും തയ്യാറായാൽ ദൈവം നിന്നെ സ്വർഗത്തോളം വളർത്തും, വലുതാക്കും എന്നതിൻ്റെ സാക്ഷ്യമാണ് സ്നാപക യോഹന്നാൻ. അവൻ്റെ ഭക്ഷണം പോലും വെട്ടുകിളികളായിരുന്നു എന്ന് വചനം പറയുമ്പോൾ നമ്മൾ അറിയണം, ഇത് വെറുതെ അങ്ങ് പറഞ്ഞിരിക്കുന്നതല്ല. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർ കർഷകരായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ശത്രു ഈ വെട്ടുകിളികളാണ്. കൃഷി ഇങ്ങനെ പാകമായി വരുമ്പോൾ വെട്ടുകിളികൾ വന്ന് അത് നശിപ്പിച്ച് കളയും. ആ വെട്ടുകിളികളെ ഭക്ഷണമാക്കിയവൻ എന്ന് സ്നാപക യോഹന്നാൻ അറിയപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ജനത്തിന് ശല്യമായതിനെയൊക്കെ തിന്ന് നശിപ്പിക്കുന്നവനായിട്ട് സ്നാപക യോഹന്നാൻ മാറിയ. കാരണം ജനമാണ്, കർത്താവ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ജനമാണ് അവന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവന് വേണ്ടി ശത്രുവിനെ തിന്ന് നശിപ്പിക്കാൻ പോലും താൻ തയ്യാറല്ലാതെ നമ്മൾ ഒരിടത്തും കാണുന്നില്ല ഈ വെട്ടുകിളികളെ ഭക്ഷണമാക്കിയ മനുഷ്യൻ. സ്നാപക യോഹന്നാനെ കുറിച്ച് മാത്രമാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇത്തിരി പോകുന്നൊരു ചെറിയ കിളിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടിയും അവൻ്റെ ജനത്തിനു വേണ്ടിയും ഇങ്ങനെ ജീവിതം മാറ്റിവെച്ച നിലപാടുള്ള ഒരു മനുഷ്യൻ്റെ തിരുനാളായി നാം ആഘോഷിക്കുമ്പോൾ ഈ തിരുനാൾ നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം എന്താ? സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കുന്ന മക്കളായിട്ട് നമ്മളും മാറണം.